Initial CS Edu World. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഓഫ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്റർമീഡിയറ്റ് കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യും. In syntax director translation, assignment statement is mainly dealt with expressions. Syntax director translation at the assignment statement mainly നമ്മൾ ഡീൽ ചെയ്യുന്നത് എക്സ്പ്രഷൻസ് ആയിട്ടായിരിക്കും. എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടൈപ്പ് റിയൽ ആവാം, ഇൻറ്റിജർ ആവാം, അറേ ആവാം, റെക്കോർഡ്സ് ആവാം. അപ്പം എക്സ്പ്രഷൻ ക്യാൻ ടൈപ്പ് റിയൽ, ഇൻറ്റിജർ ആൻഡ് റെക്കോർഡ്സ്. അപ്പോൾ ഇത് നമ്മൾ ഗ്രാമറാണ് എഴുതിയിരിക്കുന്നത്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഗ്രാമറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എസ് ഇംപ്ലൈസ് ഐ ഡി ഈക്വൽ ടു ഇ, ഇ ഇംപ്ലൈസ് ഇ പ്ലസ് ഇ, ഇ ഇംപ്ലൈസ് ഇ വൺ ഇൻറ്റു ഇ ടു, ഇ ഇംപ്ലൈസ് മൈനസ് ഇ ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഇ വൺ ആൻഡ് ഇ ഇംപ്ലൈസ് ഐ ഡി. നമ്മളിവിടെ ഒരു ഗ്രാമർ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ട്രാൻസ്ലേഷൻ സ്കീമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ട്രാൻസ്ലേഷൻ സ്കീമാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ സ്കീമിൻ്റെ അകത്ത് നോക്കിക്കേ, ട്രാൻസ്ലേഷൻ സ്കീമിൻ്റെ അകത്ത് നമ്മൾ എഴുതിയേക്കുന്നത് എസ് ഇംപ്ലൈസ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു ഗ്രാമർ സിമ്പൽ, എസ് ഇംപ്ലൈസ് ഐ ഡി ഈക്വൽ ടു ഇ എന്നാണ്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ പി ഈസ് ഈക്വൽ ടു ലുക്കപ്പ് ഐ ഡി നെയിം. നമ്മൾ ലുക്കപ്പ് എന്ന് പറയുമ്പോഴത്തേന് സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് ചെന്നിട്ട് നോക്കും ആ പർട്ടിക്കുലർ എൻട്രി ഉണ്ടോന്ന്. അപ്പം ദ പി റിട്ടേൺ ദി എൻട്രി ഫോർ ഐ ഡി ഡോട്ട് നെയിം ഇൻ ദ സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിളിൽ നിന്ന് ഐ ഡി ഡോട്ട് നെയിമിൻ്റെ എൻട്രിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അത് ചെന്ന് എടുത്തു. ഇഫ് പി നോട്ട് ഈക്വൽ ടു നൾ, പി നള്ളല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, പി നമ്മൾ എടുത്തു, ആ വാല്യൂ എടുത്തു, ആ വാല്യൂ നള്ളല്ല എന്നുണ്ടെങ്കിൽ ഈ ഇമിറ്റ് എന്ന് പറയുന്നത് ഇമിറ്റ് ഫംഗ്ഷൻ ഈ യൂസ്ഡ് ഫോർ അപ്പെൻഡിങ് ദ തേർഡ് അഡ്രസ് കോഡ് ടു ദ ഔട്ട്പുട്ട് ഫയൽ. അതായത് തേർഡ് അഡ്രസ് കോഡിനെ ഔട്ട്പുട്ട് ഫയലിലേക്ക് അപ്പെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇമിറ്റ് എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് ഫയലിലേക്ക് 3 അഡ്രസ് കോഡ് ആക്കി എഴുതുക. ഓക്കെ, അപ്പം 3 അഡ്രസ് കോഡ് ആയില്ലെങ്കിൽ എന്തായിരിക്കും, അത് എറർ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ചെന്ന് നോക്കി സിമ്പിൾ ടേബിളിൽ അങ്ങനെ ഒരു വാല്യൂ ഉണ്ടോ, നൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പി ഈ ഒരു 3 അഡ്രസ് കോഡിനെ ഔട്ട്പുട്ട് ഫയലിലേക്ക് എഴുതുക. അപ്പം ഇമിറ്റ് പി ഈക്വൽ ടു ഇ ഡോട്ട് പ്ലേസ്. ഓക്കെ, പി ഈക്വൽ ടു ഇ ഡോട്ട് പ്ലേസ് എന്ന് നമ്മൾ എഴുതും. അപ്പം അങ്ങനെ ഒരെണ്ണം ഇല്ല, നള്ളാണെങ്കിൽ എന്ത് വരും, എറർ വരും. രണ്ടാമത്തെ എടുക്കുകയാണ് ഇ ഇംപ്ലൈസ് ഇ വൺ പ്ലസ് ഇ ടു. അപ്പൊ ഇക്ക് വേണ്ടി നമ്മളൊരു പുതിയ ഒരു ഈ ന്യൂ ടെമ്പ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ന്യൂ ടെമ്പ്. അപ്പൊ ന്യൂ ടെമ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് എ ന്യൂ ടെമ്പററി വേരിയബിൾ. ന്യൂ ടെമ്പററി വേരിയബിൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ന്യൂ ടെമ്പ്. അപ്പൊ ഈ ഡോട്ട് പ്ലേസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂ ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പം ഈ ഡോട്ട് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂ ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, എമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് ഫയലിലേക്ക് എഴുതുകയാണ് 3 അഡ്രസ് കോഡിൽ. എങ്ങനെ എഴുതുന്നത്, ഈ ഡോട്ട് പ്ലേസ്, ഇതെന്ന് പറഞ്ഞാൽ ഈ ഡോട്ട് പ്ലേസ് ആണ്, ഇത് ഇ വൺ ഡോട്ട് പ്ലേസ് ആണ്, ഇത് ഇ ടു ഡോട്ട് പ്ലേസ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് 3 അഡ്രസ് കോഡായിട്ട് എഴുതും. ഇ വൺ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ഇ വൺ ഡോട്ട് പ്ലേസ് പ്ലസ് ഇ ടു ഡോട്ട് പ്ലേസ്. അപ്പം അടുത്തതും അതുപോലെ തന്നെ ഇൻറ്റു വാന്നുള്ളതേ ഉള്ളൂ. അപ്പം ആദ്യം എന്ത് ചെയ്യണം, ഇതിന് വേണ്ടി നമ്മളൊരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ന്യൂ ടെമ്പ് എന്ന് കൊടുത്തു. അപ്പം ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യാം, എമിറ്റ് ഇ ഡോട്ട് പ്ലേസ്, ഇതാണ് ഇ ഡോട്ട് പ്ലേസ് is equal to e1 dot place into e2 dot place. നെക്സ്റ്റ് ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിന്റെ ആവശ്യം റിമൂവ് ചെയ്താൽ മതി. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ സാധാരണ ഒരു എക്സ്പ്രഷൻ ബ്രാക്കറ്റ് ആണ്, ബ്രാക്കറ്റിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ഇ വൺ ഡോട്ട് പ്ലേസ്.
അപ്പോൾ ഇവിടെ ഒരു ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കുവാണ് വാല്യൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇ ഇംപ്ലൈസ് -e1. അപ്പം ഇതിന് വേണ്ടി ഒരു ടെമ്പററി വേരിയബിൾ ഇ ഡോട്ട് പ്ലേസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ടെമ്പററി വേരിയബിൾ ന്യൂ ടെമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇമിറ്റ് ഇ ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു യൂണറി -e1 എന്നാണ്. അപ്പം യൂണറി -e1 ഡോട്ട് പ്ലേസ്. നെക്സ്റ്റ് ഇ ഇംപ്ലൈസ് ഐ ഡി ആണ്. ഈ ഇംപ്ലൈസ് ഐ ഡിക്കകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇ ഈക്വൽ ടു ലുക്കപ്പ് ഐ ഡി ഡോട്ട് നെയിം. ഐ ഡി ഡോട്ട് നെയിം ഉണ്ടോ സിമ്പിൾ ടേബിളിൽ നോക്കി. ഇഫ് പി നോട്ട് ഈക്വൽ ടു നൾ അല്ലെങ്കിൽ ആ പ്ലേസിൽ എന്ത് ചെയ്യണം? ഇമിറ്റ് ഫങ്ഷൻ ഒരു സെയിം ആണ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. അപ്പം ഇമിറ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് നമ്മൾ റൈറ്റ് ചെയ്യും 3 അഡ്രസ് കോഡിന്. അപ്പം പി ഈക്വൽ ടു ഇ ഡോട്ട് പ്ലേസ് അതിനെ നമ്മൾ എഴുതും, റൈറ്റ് ചെയ്യും. ഇപ്പം ഇത് നള്ളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എറർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷൻ സ്കീം ഓഫ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ഓഫ് 3 അഡ്രസ് കോഡ്. അപ്പം ഈ പറഞ്ഞേക്കുന്നതിൻ്റെ തന്നെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എസ് ഇംപ്ലൈസ് ഐ ഡി ഈക്വൽ ടു ഇ. അപ്പം നമ്മളിത് എങ്ങനെ എഴുതി? എസ് ഡോട്ട് കോഡ്. ഓക്കെ, എസ് ഡോട്ട് കോഡ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എഴുതുമ്പം ഇങ്ങനെയാണ് എഴുതുക. എസ് ഡോട്ട് കോഡ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് കോഡ്. അപ്പൻഡ് ചെയ്യുവാണ്. അപ്പൻഡ് 2 വരെ എന്ന് പറഞ്ഞാൽ അപ്പൻഡ് ആണ്. ജനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജെൻ യൂസ് ചെയ്യുന്ന 3 അഡ്രസ് കോഡിനെ ജനറേറ്റ് ചെയ്യാനാണ്. അപ്പൊ ജനറേറ്റ് ജെൻ ഐ ഡി ഡോട്ട് പ്ലേസ്. ഓക്കെ, ഐ ഡി ഡോട്ട് പ്ലേസ് ഇതാണ്. ഐ ഡി ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് പ്ലേസ്. ഇനി അടുത്ത കൊടുക്കുമ്പം ഇ ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. ഇ ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. ഇനി കോഡാണ് എഴുതുന്നത്. അപ്പം ഇ ഡോട്ട് കോഡ് ഈസ് ഈക്വൽ ടു ഇ1 ഡോട്ട് കോഡ് അപ്പൻഡ് ഇ2 ഡോട്ട് കോഡ്. അപ്പൻഡ് ജനറേറ്റ് ചെയ്യുവാണ്. ഇ ഡോട്ട് പ്ലേസ് ഈക്വൽ ടു ഇ1 ഡോട്ട് പ്ലേസ് പ്ലസ് ഇ2 ഡോട്ട് പ്ലേസ്. ഇവിടെ ഇതും കൊടുക്കുക. ഇ ഇംപ്ലൈസ് ഇ1 ഇൻറ്റു ഇ2 എന്ന് പറയുമ്പോൾ ഇ ഡോട്ട് പ്ലേസ്. ഇ ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. E dot code is equal to E1 dot code append E2 dot code append generate. Okay, generate E dot place equal to E1 dot place into E2 dot place. ഇനി E implies -E1 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? E dot place is equal to new temp ക്രിയേറ്റ് ചെയ്തു. E dot code is equal to E1 dot code append generate E dot place equal to unary minus E1 dot place. E implies E1 but E dot place equal to E1 dot place. E dot place E1 dot place same. E dot code is equal to E1 dot code. ഇനി E1 E implies ID ആണെങ്കിൽ E dot place is equal to ID entry. Okay, E dot place is equal to ID entry. Okay, ID entry എന്ന് പറയുമ്പോൾ ആ ഒരു സിമ്പിൾ ടേബിളിൽ നിന്നുള്ള ID എടുക്കുക. ഇനി E dot code is equal to ഇവിടെ നോൺ ടെർമിനൽ ഒന്നുമില്ല, അപ്പം അതിൻ്റെ കോഡൊന്നുമില്ല, അപ്പം അതുകൊണ്ട് അവിടെ ഒന്നുമില്ല. ഓക്കെ, ഇങ്ങനെയാണ് സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷനും സിൻടാക്സ് ട്രാൻസ്ലേഷൻ സ്കീമുമാണ്. അതെങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർമീഡിയറ്റ് കോഡ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഇതിനകത്ത് പകുതി കോഡ് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതാണ് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഓഫ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. Thank you for watching this video. Thank you.